ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ വീഡിയോ ആണ്. പൊട്ടാറ്റോ വീൽ സമൂസ എന്ന പേരിലുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ റമദാനിൽ നമ്മളൊരു പിൻ വീൽ സമൂസയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ആ ഒരു മെത്തേഡാണെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത് ഷേപ്പിലും ടേസ്റ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഒരു നുള്ളു ഉപ്പ് മതി. നമ്മളിനി ഫില്ലിങ്സിലൊക്കെ ഉപ്പ് ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പൊക്കെ മതി. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ കടിക്കാനും കാണാനും ഒക്കെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കരിഞ്ജീരകം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, ആ ഒരു പരുവാവുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നോർമൽ വാട്ടർ തന്നെയാണ്, ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ അതിങ്ങനെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെക്കാം. നമ്മൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നതിൻ്റെ മുമ്പായിട്ട്, ഇത് കറക്റ്റ് സമയമൊന്നും പറയുന്നില്ല, നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയം അത്രയും മതി ഇതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ കയ്യിലൊന്ന് തടവിയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി 2 മീഡിയം സൈസിലുള്ള പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക, ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല കട്ടയില്ലാതെ ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ 2 എണ്ണം മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം, അതുപോലെ നല്ല വലുതാണെങ്കിൽ 1 എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് പിച്ചിയതാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അത് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് മയണൈസാണ്. ഒരു 2 ടീസ്പൂൺ മയണൈസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മയണൈസിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും അതുപോലെ കുറച്ച് ഓയിലൊക്കെ ചേർത്തിട്ട്, കൂടുതൽ ഓയിലൊന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കുന്നൊരു മയണൈസിൻ്റെ റെസിപ്പിയാണ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ ചിക്കനിലും അതുപോലെ മയണൈസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിലേക്കൊന്നും ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ കറക്റ്റായിട്ട് മിക്സ് ആയി കിട്ടില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവാവണം. അപ്പോൾ മയണൈസ് ഒന്നും കൂടിപ്പോവരുത്. മയണൈസ് കൂടിപ്പോയാൽ ശരിക്കും നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് പശയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഈ ഒരു റോൾ ഉണ്ടാക്കുമല്ലോ, പൊട്ടാറ്റോ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിതാ ഈ ഒരു തിക്നെസ്സിൽ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ പകുതി പാർട്ട് എടുത്തിട്ടൊന്ന് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടൊന്ന് പൊടി തൂവിയിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല തിന്നായിട്ട് വേണം അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, കട്ടില്ലാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല തിന്നായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുള്ളൂ. നല്ല കട്ടില്ലാതെ നമുക്ക് കടിക്കാനും കഴിക്കാനും ഒക്കെ ഒരു സുഖമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ബോൾ മൊത്തത്തിൽ വലിയ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ പകുതി മാത്രമേ ഇപ്പോൾ ആദ്യം പരത്തുന്നുള്ളൂ, പിന്നെ 2ാമത്തെ പകുതിയും കൂടി പരത്തിയെടുക്കുക, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതാ ഞാൻ നല്ല തിന്നാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ നീളത്തിലൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ സൈഡ് പോർഷനൊക്കെ ഇങ്ങനെ എക്സ്ട്രാ വരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതൊക്കെ ഇനിയും നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നീളത്തിൽ 2 എണ്ണമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗമൊക്കെ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ പൊട്ടാറ്റോ മിക്സ് ഇതുപോലെ നീളത്തിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ ഓരോരോ ഷീറ്റിൻ്റെ മുകളിലും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തലഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു അറ്റ ഭാഗം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മൈദ മിക്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ മറ്റതും ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എത്രത്തോളം ഈ ഒരു മാവ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ സെയിം മെത്തേഡ് തന്നെ ചെയ്യുകയാണ്. ഈസിയാണ് ഇത് റോൾ ചെയ്തെടുക്കാനും ഒക്കെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ രണ്ട് ഭാഗവും കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 8 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് വെച്ചിട്ട് 8 റോളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട. മീഡിയം ഫ്ലെയിം ഉള്ളി ഭാഗമൊക്കെ ശരിക്കൊന്ന് വെന്ത് കിട്ടുക എന്ന് വിചാരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഈ ചൂടോടെ കഴിക്കുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക. കുറച്ച് തണുത്ത് പോയാൽ ക്രിസ്പിനെസ്സൊക്കെ പോകും. എന്നാലും ക്രിസ്പിനെസ് പോയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തതൊക്കെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റിയാണ്. അല്ലെങ്കിലും ടേസ്റ്റിയാണ്. സോസ് കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാവും. ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നും കൂടി ഞാൻ പറയാം. സിമ്പിളായിട്ടുള്ള സോസാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാവും ഉണ്ടാക്കുന്നതും. പക്ഷേ ആ രീതി ഒന്നും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 8 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്ന മെത്തേഡും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മയണൈസ് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മയണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ സോസ് റെഡിയാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രണ്ട് സോസും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ. ഇനി നമുക്കിത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്